പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കുട്ടപ്പൻ വീണ് കിടക്കാണ്. അവന്റെ അടുത്തേക്ക് ഇപ്പൊ ചോച്ചി ഈനോയും ഓടി വരും. അങ്ങനെ നമ്മള് ആ വില്ലനെ കൊന്നു. നീയാണ് ലീഫ് വില്ലേജിന്റെ തന്നെ അഭിമാനം. നിന്റെ റെസൻഗൺ പവർ അത് കണ്ട് ഞങ്ങള് തന്നെ പേടിച്ചുപോയി. നീ ഇപ്പൊ ആ പഴയ നറൂട്ടോയെ അല്ല. നിന്റെ പവർ അതിപ്പോ ഒരുപാട് കൂടിയിരിക്കുകയാണ്. അപ്പൊ ഈനോ ഉടനെ അവളുടെ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ കുട്ടപ്പനെ ഹീൽ ചെയ്യാൻ തുടങ്ങും. അവള് പറയും, നീ ക്ലോൺ വെച്ച് അടിച്ചപ്പോ അത് നീയാണെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. നിന്റെ അത്രയും ധൈര്യം ഞങ്ങൾക്ക് ആർക്കും ഇല്ലാന്ന് പറയുമ്പോ ചോച്ചി പറയും, നിനക്ക് ഷിക്കമരുവിന്റെ അത്രയും പവർ ഇല്ലെങ്കിലും ഏറെക്കുറെ നീ അവനെ പോലെ തന്നെയാണ്. അതിന് കുട്ടപ്പൻ പറയും, ഷിക്കമരുവായിട്ടൊന്നും എന്നെ കമ്പയർ ചെയ്യണ്ട. അതിന് യാമുട്ടോ സെൻസായി പറയും, നീ ട്രെയിനിങ് ടൈമില് 2 തവണ മാത്രമാണ് റെസൻഗൺ പവർ ഉപയോഗിച്ചത്. പക്ഷെ ഇത്തവണ നീ 3 തവണ ഉപയോഗിച്ചു. നീ ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോ ഇവിടെ കാക്കാഷി മാസ്റ്റർക്കിപ്പോ കുട്ടപ്പനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ 4th ഹോക്കാഗയ്ക്കും മുകളിലെത്തിയിരിക്കുകയാണ്. ഇവന്റെ അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരാളെ പോലും ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. കുട്ടപ്പൻ ശരിക്കും അൾട്രാസോൺ പവർ ഉള്ളവനാണ്. നെക്സ്റ്റ് ജനറേഷനെ ഓർത്ത് എനിക്കിപ്പോ അഭിമാനം തോന്നുന്നു. കാക്കാഷി ഒരു സെക്കൻഡ് ഇപ്പൊ സാസുകെ ആലോചിക്കും, ഇതിനെല്ലാം കാരണക്കാരൻ സാസുകയാണ്. നിന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടപ്പൻ ഇത്രയും കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്തത്. അതുകൊണ്ട് മാത്രമാണ് കുട്ടപ്പൻ ഇന്ന് ഇത്രയും പവർ കിട്ടിയത്. താങ്ക്സ് സാസുക. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ യാമുട്ട സെൻസായി കാക്കാഷിയോട് പറയും, നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇനി ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയാലോ. അപ്പോ കാക്കാഷി മുൻപോട്ട് നടന്നു വരുമ്പോ ആ ഒരു വില്ലന്റെ തല അത് കാക്കാഷിയുടെ തൊട്ടടുത്ത് കാണും. അപ്പോഴായിരിക്കും കാക്കാഷി ഒരു കാര്യം നോട്ട് ചെയ്യുക, അവൻ ഇപ്പോഴും ജീവനുണ്ട്. കാക്കാഷി പറയും, നീ ഫസ്റ്റ് ഹൊക്കാഗെ ആയിട്ട് ഫൈറ്റ് ഇട്ടില്ലേ, ആ ഒരു ഹൊക്കാഗയുടെ 10 മടങ്ങ് ശക്തിയുള്ളവനാണ് ഞങ്ങളുടെ നറൂട്ടോ. അതുകൊണ്ട് തന്നെ നിനക്കും നിന്റെ ടീമിനും ഞങ്ങളെ ഒന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ് ചിത്തോരി പവർ വെച്ച് അവനെ അടിച്ചു കൊല്ലാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ലീഫ് വില്ലേജില് ഹൊക്കാഗയുടെ മാൻഷൻ കാണിക്കും. ഹൊക്കാഗ ഒരുപാട് ഹാപ്പി ആയിട്ട്, നിങ്ങളെല്ലാവരും ഈ ഗ്രാമത്തിന് ഒരുപാട് അഭിമാനാണ്. പക്ഷെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഇപ്പൊ സമയമായിട്ടില്ല. അക്കാസ്കി മെമ്പേഴ്സ് അവരിനിയും ഒരുപാട് പേര് ബാക്കിയുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അവർ നമ്മുടെ ഗ്രാമം അറ്റാക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ വിജിലന്റ് ആയിരിക്കണം. ഹൊക്കാഗ നറൂട്ടോ കുട്ടപ്പനെ നോക്കി ഇപ്പൊ അവനെ അഭിനന്ദിക്കാൻ തുടങ്ങും. നീ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് ട്രെയിനിങ് എടുത്തു. അതുകൊണ്ടാണ് നിനക്ക് അവനെ കൊല്ലാൻ കഴിഞ്ഞത്. നീ ശരിക്കും ഈ ഗ്രാമത്തിനൊരു അഭിമാനമാണെന്ന് പറയുമ്പോ സാക്കുറ പറയും, കുട്ടപ്പന്റെ തലയൊട്ടിക്ക് നല്ല ബലമുണ്ട്. പക്ഷെ അവന് ഒരുപാട് പരുക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവന് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അത് കേട്ട് ഒക്കാകെ പറയും, അവന് ഫുൾ ചെക്കപ്പ് ചെയ്ത് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അത് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അതിന് കുട്ടപ്പൻ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. സാക്കുറയ്ക്ക് കലി കയറി ഇപ്പൊ കുട്ടപ്പനെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങും. അങ്ങനെ അവര് കളിയും തമാശയൊക്കെ ആയിട്ട് ഇപ്പൊ പുറത്തേക്ക് പോകും. ഹൊക്കാഗ അസിസ്റ്റന്റ് ചേച്ചിയോട് പറയും, കാഗസുവിന്റെ ബോഡി അത് ഗ്രാമത്തിൽ എത്തിച്ചിട്ടില്ലേ, എനിക്കത് എത്രയും പെട്ടെന്ന് എക്സാമിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഒക്കാക പുറത്തേക്ക് പോകുമ്പോ ഇവിടെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഗ്രാമത്തിലൂടെ ഹായ് ആയിട്ട് നടക്കുകയാണ്. അപ്പൊ ഷിക്കമരു പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവനിപ്പോ അസുമ മാസ്റ്ററുടെ കല്ലറയിലേക്ക് വരും. അവൻ ആ കല്ലറയുടെ താഴെ മാസ്റ്ററുടെ ലൈറ്റർ അത് അങ്ങനെ വെക്കും. അപ്പൊ അവന്റെ തൊട്ട് പിന്നിലായിട്ട് ഇപ്പൊ കുറേണ മാസ്റ്റർ വന്നു നിൽക്കും. കുറേണ ചോദിക്കും, നീ നിന്റെ സോഗി പാർട്ട്ണറിനെ ഇപ്പൊ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ. അതിനവൻ ദേഷ്യപ്പെട്ട് പറയും, ഞാനൊരു ചെറിയ കുട്ടിയല്ല, ആരെങ്കിലും നഷ്ടപ്പെട്ടാല് അത് നോക്കിയിരുന്ന് കരയാനായിട്ട് എനിക്കിപ്പോ ഒറ്റയ്ക്കിരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. പണ്ടെപ്പോഴും ആസുമ സെൻസായി എന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം മാത്രമാണ് എന്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും വലിയൊരു സർപ്രൈസ് കണ്ട് അവൻ ഷോക്ക് ആവുക. നമ്മുടെ കുറേണ സെൻസായി ആളിപ്പോ പ്രഗ്നന്റ് ആണ്. ഷിക്കമൊരു ഒരുപാട് സന്തോഷത്തില് ഇപ്പൊ തുള്ളിച്ചാടും, ഞാനാണ് ഈ കുഞ്ഞിന്റെ ഗോഡ് ഫാദർ. അസുമ മാസ്റ്റർ മരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിനെ ഓർത്താണ് ഒരുപാട് വിഷമിച്ചത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താല് ഇപ്പൊ ഷിക്കമരുവും അവന്റെ പപ്പയും ചേർന്ന് സോഗി ഗെയിം അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിക്കമരു പറയും, പപ്പ ആസുമ മാസ്റ്ററെ കഴിഞ്ഞ് നന്നായിട്ട് ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും പപ്പയ്ക്ക് എന്നെ തോൽപ്പിക്കാനോ എന്റെ കിങ്ങിനെ തൊടാനോ സാധിക്കില്ല. കാരണം ഞാനാണ് ഈ കളിയിലെ ഹോഴ്സ്. അതിനവന്റെ പപ്പ ആള് കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കും, കുതിരയോ? അപ്പൊ അവൻ പറയും, അതെ, ഞാനാണ് ഈ കളിയിലെ കുതിര. അസുമ മാസ്റ്റർ ആണ് എനിക്കത് പറഞ്ഞു തന്നത്. അതിനവന്റെ പപ്പ ചോദിക്കും, അപ്പൊ കിങ് അതാരാണ്? അപ്പൊ ഷിക്കമൊരു വീണ്ടും ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ആ സമയത്ത് ഇതേ ചോദ്യം തന്നെ ഷിക്കമൊരു അസുമ മാസ്റ്ററോടും ചോദിച്ചിരുന്നു. ഷിക്കമൊരു ചോദിക്കും, ഹൊക്കാഗയല്ലേ നമ്മുടെ കിങ്? അതിന് അസുമ മാസ്റ്റർ പറയും, ഞാനും അങ്ങനെ തന്നെയാണ് ആദ്യമൊക്കെ കരുതിയത്. പക്ഷെ അത് നമ്മൾ കരുതിയതുപോലെ ഹൊക്കാഗയല്ല. സമയാവുമ്പോ നീയും ദ റിയൽ കിങ്ങിനെ തിരിച്ചറിയും. കട്ട് ചെയ്ത ഇപ്പൊ ഷിക്കമൊരു പറയും,
ആരാണോ ഒരുവൻ ഫ്യൂച്ചറിൽ തന്റെ ഗ്രാമമായ ലീഫ് വില്ലേജിനെ സംരക്ഷിക്കുന്നത് അവരാണ് ദ റിയൽ കിങ് എന്ന് പറയുമ്പോ അവന്റെ പപ്പയ്ക്ക് ഇപ്പൊ ഒരുപാട് സന്തോഷാവും. നീ ഇപ്പൊ ഒരുപാട് മാറിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങള് നീ ഇപ്പൊ മനസ്സിലാക്കി കഴിഞ്ഞു. കളി ആവേശകരമായിട്ട് ഇപ്പൊ കളിച്ചു കഴിയുമ്പോ ആദ്യമായിട്ട് ഷിക്കമരെ തോൽപ്പിച്ച് അവന്റെ അച്ഛൻ ജയിക്കും. അപ്പൊ അതേസമയം ഇവിടെ കുട്ടപ്പന് ഹോസ്പിറ്റലില് സാക്കുറ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവന്റെ കൈക്ക് ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ആംസിനൊന്നും ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. കട്ട് ചെയ്താ ഇപ്പൊ ഹൊക്കാഗയുടെ മാൻഷനിലേക്ക് കാഗസുവിനെ കുറിച്ചുള്ള റിപ്പോർട്ടുമായിട്ട് അസിസ്റ്റന്റ് ചേച്ചി ഹൊക്കാഗയുടെ അടുത്തേക്ക് വരും. അതിന് ഹൊക്കാഗ പറയും എത്രയും പെട്ടെന്ന് കാക്കാഷിയെ യാമുട്ടോയും ആ ഒരു ബോഡി ഇരിക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. കട്ട് ചെയ്താ ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ താവളത്തില് സാസുകെ ആവട്ടെ അവൻ അങ്ങനെ ഹായ് ആയിട്ട് ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുകയാണ്. അവൻ കേഴ്സ്ഡ് ഔട്ട് ഇട്ട് ഇപ്പൊ ചിത്തോരി പവർ വെച്ച് അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കബൂട്ടോ അവനിപ്പോ ഒറോച്ചിമാറുവിന്റെ അടുത്തേക്ക് വന്ന് പറയും ഹെയ്ഡനെയും കാഗസുവിനെയും ലീഫ് വില്ലേജിലുള്ളവര് തല്ലി കൊന്നു കളഞ്ഞു. അത് കേട്ടവൻ ചിരിക്കും. ആക്ച്വലി ലീഫ് വില്ലേജിലുള്ളവര് അവര് ശരിക്കും അടിപൊളിയാണ്. അതിന് കബൂട്ടോ ടെൻഷനായിട്ട് പറയും ഇങ്ങനെ മുൻപോട്ട് പോവാണെങ്കിൽ ഇനി അക്കാസ്കി മെമ്പേഴ്സില് ആരും തന്നെ ജീവനോട് കൂടെ ബാക്കി ഉണ്ടാവില്ല. അതിന് ഒറോച്ചിമാർ പറയും അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എന്റെ പുതിയ കണ്ടുപിടുത്തം ആ ഒരു കുഞ്ഞ് അതിപ്പോ റെഡിയായും ചോദിക്കുമ്പോ അതിന് കബൂട്ടോ പറയും ഓൾമോസ്റ്റ് റെഡിയാണ്, പക്ഷെ ഫൈനൽ സ്റ്റെപ്പ് അതിനിയും ബാക്കിയാണ്. അതിന് ഒറോച്ചിമാറു ഫൈനൽ സ്റ്റെപ്പിന് എനിക്ക് അവനെ കൂടിയേ തീരൂ. അവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫൈനൽ സ്റ്റെപ്പ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. നിനക്കത് ആരാണെന്ന് മനസ്സിലായോ കബൂട്ടോ ചോദിക്കുമ്പോ അതിന് കബൂട്ടോ ഷോക്കായിട്ട് അവനോ? കട്ട് ചെയ്താ ഇവിടെ ഹൊക്കാഗ യാമുട്ടോയെയും കാക്കാഷി മാസ്റ്ററെയും കാഗസുവിന്റെ ബോഡിയുടെ അടുത്തേക്ക് ഇപ്പൊ വിളിച്ചു വരുത്തും. ഹൊക്കാഗ പറയും ഇവനെ ഞാൻ ചെക്ക് ചെയ്തു, നറൂട്ടോയുടെ പുതിയ ജിപ്സു അതെനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇവന്റെ ഓരോ ഭാഗത്തു നിന്നും ഇവന്റെ ഓരോ പാർട്ടും ആരോ ഇൻഡിവിജ്വൽ ആയിട്ട് അടിച്ച് നശിപ്പിച്ചതുപോലെയാണ് ഇപ്പൊ ഇവന്റെ ബോഡി കാണപ്പെടുന്നത്. ഇവന്റെ ചക്ര നെറ്റ്വർക്ക് പോലും ഇപ്പൊ അടിച്ച് തകർത്തിരിക്കുകയാണ്. ഓരോ സെല്ല് പോലും വളരെ സൂക്ഷ്മമായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് തകർത്ത് കളഞ്ഞു. കക്കാഷി യാമുട്ടോയും അത് കേട്ട് വണ്ടർ അടിച്ചിരിക്കുകയാണ്. ഈ ഒരു വിൻഡ് സ്റ്റൈൽ റെസൻഗൺ പവറിന് ഇത്രയും പവർ ഉണ്ടോ? ഹൊക്കാഗ വീണ്ടും പറയും മൈക്രോസ്കോപ്പിക് നിലയിലാണ് അവൻ അടിച്ചിട്ടിരിക്കുന്നത്. ഇഞ്ച് ബൈ ഇഞ്ച് അവന്റെ ബോഡിയിൽ മുഴുവൻ ഇപ്പൊ പരിക്കുകളാണ്. അതിന് കാക്കാഷി ടെൻഷനാവും. അവള് പറയും ഇനി ഒരിക്കലും കുട്ടപ്പൻ ആ ഒരു ജിപ്സു വിൻഡ് സ്റ്റൈൽ റെസൻഗൺ പവർ അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതുപയോഗിച്ചാ അത് വലിയ അപകടമാണ്. നറൂട്ടോ വീണ്ടും വീണ്ടും ഈ ജിപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ പതിയെ പതിയെ അവന്റെ കൈ തന്നെ അവന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇനി ഒരിക്കലും അവനെ ഇത് ഉപയോഗിക്കാനായിട്ട് അനുവദിക്കരുത്. അപ്പൊ യാമുട്ടോ സെൻസായി ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. നറൂട്ടോയുടെ റെസൻഗൺ പവറില് ആ ഒരു സ്ഥലം മുഴുവൻ തകർന്നു വീണത്, വില്ലൻ തവിട് പൊടിയായത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. യാമുട്ടോ പറയും പവർഫുൾ നിഞ്ച ടെക്നിക്കില് തീർച്ചയായിട്ടും റിസ്ക് എലമെന്റ് അത് വളരെ കൂടുതലാണ്. ഒരുപക്ഷെ കുട്ടപ്പൻ അവൻ വീണ്ടും അത് ഉപയോഗിച്ചാല് അവന്റെ കൈ റെഡിയാക്കാൻ പിന്നെ ഹൊക്കാഗെ കൊണ്ടുപോലും സാധിക്കില്ല. കട്ട് ചെയ്താ അപ്പൊ ഒറോച്ചിമാർ പറഞ്ഞ ആ ഒരു പെൺകുട്ടി അവൾ ഏതോ ഒരു വഴിയിലൂടെ ഇപ്പൊ അങ്ങനെ നടന്നു പോവാണ്. കബൂട്ടോ ആവട്ടെ ഇപ്പൊ ഒരു ഭാഗത്ത് അവളെ അന്വേഷിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവനൊരു പ്രത്യേക ഗുഹയുടെ ഭാഗത്തെത്തുമ്പോ ഇപ്പൊ ആരോ അവനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ കബൂട്ടോ അവൻ ഉഷാറായിട്ട് ഓരോ അടിയും ബ്ലോക്ക് ചെയ്ത് ചെയ്ത് ഇപ്പൊ അവളുടെ തൊട്ടടുത്തെത്തും. അവള് കബൂട്ടോയെ കാണുമ്പോ ഓ ഇത് നീയായിരുന്നോ? അയ്യോ സോറി, ഞാൻ മറ്റാരോ ആണെന്ന് കരുതിയാണ് നിന്നെ അറ്റാക്ക് ചെയ്തത്. അതിന് കബൂട്ടോ ദേഷ്യപ്പെട്ട് പറയും ഞാൻ വിശ്വസിക്കില്ല, നിനക്ക് ഞാനാണെന്ന് മനസ്സിലായി തന്നെയാണ് നീ എന്നെ അറ്റാക്ക് ചെയ്തത്. അതിനവള് അയ്യോ ഇല്ലില്ല, നമ്മളെല്ലാവരും ഒറോച്ചിമാറുവിന്റെ ആൾക്കാരല്ലേ, നിന്നോടൊരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവള് ചിരിച്ചോണ്ട് നിൽക്കും. കട്ട് ചെയ്താ ഇപ്പൊ ഹോസ്പിറ്റലില് സാക്കുറ ആവട്ടെ കുട്ടപ്പന്റെ കൈ മുഴുവൻ ഇപ്പൊ ഡ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവള് കുട്ടപ്പന് ഒരു വാണിംഗ് കൊടുക്കും, ഇനി ഒരിക്കലും നീ ഈ ജിപ്സ് ചെയ്യരുത്. മെഡിക്കൽ ഗെഞ്ചിപ്സുവിന് ഒരു ലിമിറ്റ് ഉണ്ട്. നീ ഇനി ഇതുപോലെ ചെയ്താല് നിന്റെ കൈ റെഡിയാക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. അവളുടെ കെയറിങ് കണ്ട് ഒരുപാട് ഹാപ്പി ആയിട്ട് കുട്ടപ്പൻ പുഞ്ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.